ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജെ. എമ്പുരാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അത് റിയാക്ട് ചെയ്യുക, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഞാൻ എന്തുകൊണ്ടാണ് അത് ഇവിടെ പറയുന്നത് വെച്ചാലേ, ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മലയാളം മൂവി അല്ലെങ്കിൽ ഇന്ത്യൻ മൂവി എടുത്താൽ തന്നെ അതിൽ മലയാളത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പേരാണ് മാർക്കോ. അത് നമ്പർ 6 ആയിരുന്നു, നമ്പർ 5ലേക്ക് പോയി, ഇപ്പൊ നമ്പർ 3 ആയി. മേ ബി ഇന്നോ നാളെയൊക്കെ നമ്പർ 1 ആവും, ഇനി ഓൾറെഡി ആയോ ഒന്നും അറിയില്ല. അപ്പോ ആ സിനിമ ഭയങ്കര ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്, ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ട്, ഓരോ ആളുകളും അതിനെക്കുറിച്ച് പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംസാരം കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും, ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും, ആരും ഒന്നും ചെയ്തില്ലെങ്കിലും, ഏറ്റവും വലിയ സിനിമയാകാൻ പോകുന്ന ഒരു സിനിമയുണ്ട് മലയാളത്തിൽ വരാനിരിക്കുന്നത്. മാർച്ച് 27 എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മോഹൻലാൽ, മുരളി ഗോപി, ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട്, അതല്ലാണ്ട് അതിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ആരാണ് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ, പ്ലസ് ഡോൺലിയോ ഡോണി എന്നോ പോലുള്ള ഏതെങ്കിലും ഒരു നടൻ വരുമോ എന്നൊരു ഹൈപ്പും. ഈ ഡോൺലി എന്നൊന്നും മാത്രമല്ല, ലോകത്തിൽ ഏത് വലിയ നടൻ വന്നാലും വന്നിട്ടില്ലെങ്കിലും ഈ പടത്തിനുള്ള ഒരു ഹൈപ്പ് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് അവിടെ ഉണ്ട്. അതിങ്ങനെ ഹൈ ലെവലിൽ നിൽക്കുകയാണ്. ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ആ സമയത്ത് ഏത് പടം ഇറക്കിയിട്ടും കാര്യമില്ല, എമ്പുരാൻ ഉണ്ടെങ്കിൽ എമ്പുരാൻ ആൾക്കാർ കീറും. കാരണം ഇത് വീണ്ടും പറയാൻ പോണത്, സൂര്യയുടെ കാർത്തിക് സുബ്രാജ് മൂവി ഈ മാർച്ച് തന്നെ ഇറങ്ങും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മേ ബി ഇതിനോട് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിലും ആ വീക്കിൽ തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പ്ലസ് ആ സമയത്ത് തന്നെ ഇറക്കുന്ന മറ്റ് പടങ്ങളുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിനോട് ചേർന്ന് ഒരുപാട് പടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ എന്നാണ് പറയാനുള്ളത്. കാരണം അതാണ്, അത് വേറെ ലെവൽ പടമാണ്. എന്തായാലും സിനിമയുടെ ഇന്ന് വന്നിരിക്കുന്ന പോസ്റ്ററാണ് ഈ പോസ്റ്റർ. ഇന്ദ്രജിത് സുകുമാരൻ ആസ് ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. ദി ട്രൂത്ത് വിൽ സീക്ക് യു ദിസ് ടൈം. ഈ സമയത്ത് സത്യം നിങ്ങളെ തേടി വരും. കാരണം സത്യാന്വേഷകനാണ് ഈ ലൂസിഫറിൽ ഇദ്ദേഹത്തിന്റെ ഈ കഥാപാത്രം. അതായത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അയാളുടെ ഒരു നരേഷനിലൂടെയാണ് സിനിമ പോകുന്നത്. ത്രൂ ഔട്ട് ഇല്ലെങ്കിൽ പോലും അയാൾ തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളിലൂടെയാണ് സിനിമ. അയാൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി എന്താണെന്ന് പറയാനാണ് 90% സിനിമ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോയ ഈ ഗോവർദ്ധൻ ഞെട്ടിപ്പോകുന്ന ഒരു നിമിഷം ഉണ്ട് ഇതിന്റെ എൻഡിൽ. അതായത് പുള്ളിക്കാരനെ പിടിച്ച് പൂട്ടിയിട്ട് മകളും കുട്ടിയും ഭാര്യയും എവിടെയാണെന്ന് അറിയാതെ ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇനി ആരാണ് ഈ എബ്രഹാം ഖുറൈഷി, യഥാർത്ഥത്തിൽ ആരാണ് ഇയാൾ എന്നുള്ള ഈ ഗോവർദ്ധനന്റെ സംശയത്തിനുള്ള ഉത്തരം അത് കണ്ടെത്താനുള്ള ശ്രമം എന്തായാലും ഗോവർദ്ധൻ നടത്തും. കാരണം ഗോവർദ്ധനെ അങ്ങനെയാണ് കൊണ്ടുവരുത്തിയിട്ടുള്ളത്. ഇന്ദ്രന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോ. സോ പുള്ളിയിലൂടെ തന്നെ ആയിരിക്കും മേ ബി ഇനി ആരാണ് ഇയാൾ, ആരായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്താണ്, ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നമ്മുടെ പ്രേക്ഷകന്റെ ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊക്കെ ഗോവർദ്ധനും ഉണ്ട്. സോ ഗോവർദ്ധന്റെ മറുപടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആസ് എ പ്രേക്ഷകൻ കാത്തിരിക്കുന്നത്. കാരണം ഗോവർദ്ധന്റെ മറുപടി കിട്ടിയാൽ നമുക്കും കിട്ടും. ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. സോ ഇവിടെ പറയുന്നത് ദ ട്രൂത്ത് വിൽ സീക്ക് യു ദിസ് ടൈം എന്നാണ്. ഈ സമയത്ത് ട്രൂത്ത് ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. ഓഫ് കോഴ്സ് ഗോവർദ്ധനെ തേടി സത്യം വരും. ഗോവർദ്ധനൻ ഞെട്ടിയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇനി പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, പോസ്റ്ററിനെ കൂടാതെ എനിക്ക് വേറൊരു കാര്യം പറയേണ്ടത്, വൻ സാധനമാണ്. അതൊക്കെ വൻ സാധനം എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനുമ്പ് ഇത് പറയാം. ഇവിടെ കാണുമ്പോൾ എനിക്ക് ഒറ്റയടി കാണുമ്പോൾ എന്താ, ഞാനിപ്പോ ഇന്നലെയാണ് നമ്മുടെ പടത്തിന്റെ പേര്, മുരളി ഗോപി ആദ്യം എഴുതിയിട്ടുള്ള ടിയാൻ എന്ന് പറഞ്ഞ സിനിമ വീണ്ടും കണ്ടത്. എന്ത് ബ്രില്യൻ സിനിമയാണെന്ന് അറിയോ. അത് അന്ന് കണ്ടപ്പോൾ അത്ര എനിക്കും പേഴ്സണൽ അത്ര സംഭവില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇത്രമാത്രം എനിക്കത് ഫീൽ ആയില്ല. പക്ഷെ ഇന്നത് കണ്ടപ്പോൾ, അത് മീൻസ് മിനിഞ്ഞാന്ന് തോന്നുന്നു, കണ്ട സമയത്ത് എനിക്കിത് എന്തൊരു ഭയങ്കരമായിട്ടുള്ള പടമാണെന്ന് ഫീൽ ചെയ്തു. ഞാൻ വെറുതെ യൂട്യൂബിൽ നോക്കിയപ്പോൾ അതിന്റെ തമ്മിൽ കണ്ട് പടം ഓക്കെ ജസ്റ്റ് കണ്ട് ഫുൾ കണ്ടു. അപ്പൊ സൂപ്പർ പടമാണ്. എന്ത് രസമായിട്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്, എന്ത് രസമായിട്ടാണ് അതിൽ മെസ്സേജ് പറയുന്നത്, മതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര രസമായിട്ടാണ് പറയുന്നത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റി. എന്തായാലും അത് കണ്ടുകൊണ്ടായിരിക്കാം അതില് പൃഥ്വിരാജ് മറ്റേ കരിമ്പടം പൊച്ചുണ്ടാക്കുന്ന കുറെ സീൻസ് ഉണ്ടല്ലോ, അത് കണ്ടായിരിക്കും അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ഒഴിഞ്ഞ സ്ഥലവും മരുഭൂമി പോലെ സ്ഥലവും അവിടെ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. എന്തായാലും ജുബ്ബയൊക്കെ ഇട്ട് ഇയാള് വേറെ ഏതോ സ്ഥലത്താണ്. ഒന്നുകിൽ എബ്രഹാം ഖുറേഷി അന്വേഷിച്ച് ഇയാളും അവിടെ എത്തി, ഏതൊരു സ്ഥലത്തെത്തി, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷി കാരണം അയാൾ അവിടെ എത്തി. അതായത് എബ്രഹാം ഖുറേഷി ഇയാൾ അങ്ങോട്ട് കൊണ്ടുപോയി.
ഇതിലേതോ ഒന്നാവാനാണ് സാധ്യത. ഒരു പക്ഷെ സത്യം മനസ്സിലാക്കിയിട്ട് നിൽക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. അതായത് എബ്രഹാം ഖുറേഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിൽക്കുന്ന ഒരു മുഖഭാവം പോലെ തോന്നി. എന്തുകൊണ്ടോ ലൂസിഫർ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നണം. അല്ലെങ്കിൽ ഈ ഒരു ലുക്കിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തോന്നേണ്ടതായിട്ടില്ല. എന്തായാലും ആ സ്ഥലം കണ്ടിട്ട് ഒരു മരുഭൂമി പോലെ ഒക്കെയാണ് തോന്നുന്നത്. പക്ഷെ മരുഭൂമി എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം അവിടെ മരങ്ങളും ചില്ലകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ ഇലകളൊന്നുമില്ല. സോ നല്ല ചുട്ട് പഴുത്തിരിക്കുന്ന സ്ഥലമാണോ അതോ തണുത്തിരിക്കുന്ന സ്ഥലമാണോ? കരിമ്പടം വെച്ചുകൊണ്ട് വരുമ്പോൾ തണുപ്പായിരിക്കും. തണുപ്പോ ചൂട് എന്തെങ്കിലും ആവട്ടെ, സാധനം കാണാൻ രസമുണ്ട്. മാർച്ച് 27 ഈ പറഞ്ഞ പോലെ ഗോവർദ്ധൻ എന്ത് ചെയ്യുന്നു, അയാൾ എന്തൊക്കെ കണ്ടെത്തുന്നു, അതറിയാനാണ് എനിക്ക് ഏറ്റവും വലിയ ത്വരയുള്ളത്. അത് കണ്ടെത്തും. സോ ഈ പറഞ്ഞ പോലെ സത്യം നമ്മൾ അന്വേഷിച്ച് വരട്ടെ. നമ്മളായിട്ട് അങ്ങോട്ട് അന്വേഷിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. തിയേറ്ററിൽ പോയിരുന്ന നമ്മൾ അറിഞ്ഞോളും എന്താണ് സത്യം എന്നുള്ളത്. സോ അതിൽ തന്നെ ഞാനും വിശ്വസിക്കുന്നു. ഇനി പറയാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇന്നലെയല്ല മിനിഞ്ഞതല്ല, അതിന്റെ മുമ്പിട്ട വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റ്, ഞാൻ ഖുറേഷി എബ്രാഹിമിനെ കുറിച്ച് എന്തോ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. ആ സമയത്ത് താഴെ വന്നിട്ടുണ്ട്, മേ ബി എബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് രണ്ടാളാണെങ്കിലോ, അതായത് AK എബ്രഹാം ഖുറേഷി രണ്ടാളാണെങ്കിലോ, ഈ ഖുറേഷിയോടുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിൽ എബ്രഹാം ഖുറേഷിന്റെ പേര് കൂടെ ചേർത്താണെങ്കിലോ, അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാമുള്ള ബന്ധത്തിന്റെ പേരിൽ എബ്രഹാം എന്നുള്ളത് മുന്നേ ചേർത്തതാണെങ്കിലോ തുടങ്ങിയുള്ളൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ കുറെ റീപ്ലൈ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ എന്ന് ചോദിക്കൂലേ, ഈ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ, അതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്ര വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എബ്രഹാം ഖുറേഷി എന്നുള്ളത് രണ്ടുപേരാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ സിനിമയാണ് എന്തോ സംഭവിക്കാം. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എബ്രഹാം ഖുറേഷി ഒരാൾ തന്നെ ആയിരിക്കും, അത് നമ്മുടെ ആളുമായിരിക്കും. കാരണം അയാളുടെ പറഞ്ഞില്ല എബ്രഹാം ഖുറേഷി എന്ന് ഭയങ്കര സംഭവമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. പേരാണോ പറയുന്നത്? പിന്നെ ഇയാൾ പറഞ്ഞ പോലെ എബ്രഹാം വേറെ ആളോ ഖുറേഷി വേറെ ആളാണെങ്കിൽ അങ്ങനെ ആകട്ടെ. കാരണം കുറെ ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ എബ്രഹാം ഖുറേഷി വേറെ ആണെങ്കിൽ ഈ വരുന്ന ഡോളിയുടെ കഥാപാത്രം ഒരു പക്ഷേ എബ്രഹാം ആയിരിക്കാം അല്ലെങ്കിൽ ഖുറേഷി ആയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ വൻ ചർച്ചകളാണ് പേര് നടക്കുന്നത്. ഞാൻ ആകെ ഞെട്ടിപ്പോയി അറിയില്ലേ. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു പക്ഷെ ആകാണെങ്കിൽ രസം, പക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സിനിമയ്ക്ക് ഒരു ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റ് സിനിമകളെ പോലെ നമ്മൾ വെറുതെ ഒരു ഹൈപ്പ് കൊടുത്ത് കുറെ ആളുകൾ ഇത് ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡീകോഡ്, അതൊന്നും ഇവിടെ ആവശ്യമില്ല. സിനിമയ്ക്ക് നേരത്തെ പറഞ്ഞ ആദ്യമേ ഈ സിനിമയ്ക്ക് ഇറ്റ്സെൽഫ് ഉള്ള ഒരു ഹൈപ്പ് ഉണ്ട്. ആ ഹൈപ്പ് ലൂസിഫർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. രണ്ട്, ഇതിന്റെ മറ്റ് അപ്ഡേറ്റുകളും ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇതൊരു മികച്ച സിനിമയായിരിക്കും എന്നുള്ള തോന്നൽ. അതിന്റെ പ്രധാന ഭാഗം ഓഫ് കോഴ്സ് അത് ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ്. അതിന് ഡബിൾ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇയാൾ ഇന്ന മാതിരി ആയിരിക്കുമോ, ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവോ, ഇയാൾ ഇതാണ്, ഇയാൾ മറ്റേതാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം സിനിമയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ള ഹൈപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സംതൃപ്തി ഉണ്ട്. സിനിമ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എബ്രഹാം ഖുറേഷി വേറെ വേറെ ആളാണ്, അവർ ഭയങ്കര സംഭവമാണ്, ഡോളിയുടെ കഥാപാത്രമുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, അവർ രണ്ടും ബോസും ഗുരു ശിഷ്യനുമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഉള്ളിൽ അങ്ങനെ ആയില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കാൻ ഒരു കാരണമായേക്കാം. ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ സംഭവമായിരിക്കും പൃഥ്വിരാജും മുരളിഗോപിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക, നമ്മൾ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുക. എന്നാൽ പോലും ചിലപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ഹൈപ്പുകൾ കൊണ്ടെത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു മുൻകരുതലും ഇല്ല. ഡോൺലി ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നമുക്ക് ലാലേട്ടൻ ഇല്ലേ, എന്ത് ഡോൺലി, നമ്മുടെ നടൻ ലാലേട്ടൻ അല്ലേ, ദാറ്റ്സ് ഓൾ, അത് മതി. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ